നമുക്കിനി ദില്ലിയിലേക്കൊന്ന് പോവാം. ദില്ലിയിൽ നിന്നുള്ള ഒരു വാർത്ത. ഈ കർഷക സംഘടനകളുമായി കേന്ദ്ര സർക്കാരിന്റെ അടുത്ത ചർച്ച ഈ മാസം 22-ന്. ചർച്ചയിൽ കേന്ദ്ര കൃഷി മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ പങ്കെടുക്കും. ഇന്നലെ നടന്ന ചർച്ചയിൽ പ്രശ്നപരിഹാരമായിട്ടില്ല. വിവരങ്ങളുമായി നോബിൾ മാരിക്കാരനാണ് ചേരുന്നത്. നോബിൾ, ചർച്ചകൾ നടക്കുന്നുണ്ട്, പക്ഷേ കർഷകരെ പൂർണ്ണമായി കേൾക്കാൻ കേന്ദ്രം തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. ഈ കർഷകരുടെ ആവശ്യങ്ങൾ അത് ഏറെ പ്രധാനപ്പെട്ടതൊക്കെയാണല്ലോ. അപ്പോൾ എന്താണ് ഇനിയിപ്പോൾ സംഭവിക്കുക? റോഷ്നി, ഇന്നലെ കേന്ദ്ര സർക്കാരും കർഷക സംഘടനകളും തമ്മിലുള്ള ചർച്ച നടന്നിരുന്നു. ഇന്നലെ വൈകിട്ട് ചണ്ഡീഗഡിലായിരുന്നു ചർച്ചയുണ്ടായത്. പക്ഷെ ചർച്ച പൂർണ്ണമായും വിജയിച്ചില്ലെങ്കിൽ പോലും ചർച്ചയിൽ ചില സമവായങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന സൂചനയാണ് കേന്ദ്ര സർക്കാരും അതോടൊപ്പം തന്നെ കർഷക സംഘടനകളും നൽകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വരുന്ന 22 അതായത് അടുത്ത ശനിയാഴ്ച വീണ്ടും ചർച്ച നടത്താനുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ആ ചർച്ചയിൽ കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ കൂടി പങ്കെടുക്കും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് അന്നൊരു കൃഷിയിലേക്ക് പോകാനുള്ള നീക്കമാണ് നടക്കുന്നത് എന്ന് അറിയാൻ കഴിയുന്നു. മിനിമം താങ്ങുവിലയ്ക്ക് നിയമനിർമ്മാണം അടക്കമുള്ള കർഷകരുടെ ആവശ്യങ്ങൾ ഇന്നലത്തെ ചർച്ചയിലും കർഷകർ പ്രഹ്ലാദ് ജോഷിക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട്. കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിയായിരുന്നു ഇന്നലത്തെ ചർച്ചയ്ക്ക് നേതൃത്വം നൽകിയത്. സ്വാഭാവികമായും ആ ചർച്ചയിൽ ഇതുമായി ബന്ധപ്പെട്ട കർഷകരുടെ ആവശ്യങ്ങളെല്ലാം മുന്നോട്ട് വെക്കുകയും അതിൽ വളരെ അനുകൂലമായ തീരുമാനങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകും എന്ന കൃത്യമായ സന്ദേശം പ്രഹ്ലാദ് ജോഷി കർഷകർക്ക് നൽകുകയും ചെയ്തു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിരാഹാര സമരം തുടരുന്ന ജഗ്ജീത് സിംഗ് ദല്ലേവാൾ അടക്കമുള്ളവർ സമരത്തിൽ പങ്കെടുത്തിരുന്നു. ദല്ലേവാളിനോട് അദ്ദേഹത്തിന്റെ നിരാഹാര സമരം അവസാനിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ഇന്നലെ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്താണെങ്കിലും 22-ന് കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ ചർച്ചയിൽ പങ്കെടുക്കുന്നു എന്നത് വളരെ പ്രത്യാശ നൽകുന്ന കാര്യമാണ്. കാരണം ഇതുവരെ കൃഷിമന്ത്രി ഈ ചർച്ചകളിൽ പങ്കെടുത്തിരുന്നില്ല. സ്വാഭാവികമായും കേന്ദ്ര കൃഷിമന്ത്രി കൂടി ഇതിൽ പങ്കെടുക്കുന്നതോടെ ഒരു പ്രശ്നപരിഹാരം ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ് കർഷക സംഘടനകളും പങ്കുവയ്ക്കുന്നത്. ഒപ്പം പഞ്ചാബിൽ നിന്നുള്ള സർക്കാരിന്റെ പ്രതിനിധികളും ഈ ചർച്ചയിൽ ഉണ്ടായിരുന്നു. അവരും ഇതിൽ വളരെ അനുകൂലമായ തീരുമാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് പങ്കുവച്ചത്. കാരണം ചർച്ച അത്തരത്തിൽ നല്ലൊരു ചർച്ചയായിരുന്നു എന്ന നിലപാട് അവിടുന്ന് പഞ്ചാബ് സർക്കാരും എന്താണെങ്കിലും ഒരു സന്ദേശമായി നൽകുന്നുണ്ട്. എന്താണെങ്കിലും കർഷക സമരം ഏറെക്കുറെ ഒരു വർഷത്തിലധികമായി ശംഭു അതിർത്തി തുടരുന്നു. അതോടൊപ്പം തന്നെ ദല്ലേവാളിന്റെ അടക്കം നേതൃത്വത്തിൽ മറ്റു സമരം ഹരിയാന, പഞ്ചാബ് അതിർത്തിയിൽ തുടരുകയും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ സമരങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിലാണ് എത്രയും വേഗം പ്രശ്നപരിഹാരത്തിലേക്ക് പോകാൻ കേന്ദ്ര സർക്കാരും തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ വിവരം ഉള്ളത്. ശരി, എന്തായാലും കേന്ദ്ര കൃഷിമന്ത്രി ചർച്ചയിൽ പങ്കെടുക്കുമെന്നുള്ളത് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ കർഷകരുടെ ആവശ്യങ്ങൾ കൃത്യമായി കേൾക്കണം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നോബിൾ പറഞ്ഞത് ആദ്യമായാണ് കൃഷിമന്ത്രി നേരിട്ട് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ഒരു കേന്ദ്ര സർക്കാർ ഒരു പ്രതിരോധത്തിലാകുന്നു എന്നതിന്റെ ഒരു സൂചന കൂടിയും ആ വാക്കുകളിലുണ്ട് എന്നതാണ്.